അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നബി തങ്ങളുടെ വുളു എടുക്കാനുള്ള വെള്ളം, ആ വുളുവുമായി കടന്നു വന്ന റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ ചോദിച്ചു, സൽനി യാ റബീഅ ഹാജതക, സൽനി ഹാജതക യാ റബീഅ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചോളൂ എന്ന് മഹാനായ ഹബീബിന്റെ സ്വഹാബിയും ഖാദിമുമായ റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് ആ അജൂസ് ബനി ഇസ്രായേൽ പറഞ്ഞ മറുപടിയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹു നമുക്കും ആ സുഹബത്ത് നൽകട്ടെ, ഹബീബായ തങ്ങളുടെ മഅയ്യത്ത് അല്ലാഹു നൽകട്ടെ. പുണ്യ നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടതും അല്ലാഹു നൽകുന്നതും ഈ ഒരു വലിയ പ്രതിഫലമാണ്, സ്വർഗമാണ്. പുണ്യ ഹബീബിന്റെ കൂടെ ജീവിച്ചവർക്ക് മുഴുവൻ അതിന് സാധ്യമായെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇജ്മാഅ് എന്ന് പറയില്ല, എന്നാലും ഓരോ സ്വഹാബിയും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ആലിമീങ്ങളുണ്ട്. ഓരോ സ്വഹാബിയും സ്വർഗത്തിലാണ്. ഇബ്നു ഖുസൈമ തങ്ങളുടെ അഭിപ്രായം അതാണ്. പക്ഷേ ചില ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തങ്ങൾ ജസ്മ് ചെയ്ത് പറഞ്ഞവരെ നമുക്കത് പറയാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അല്ലാഹു അലം. പക്ഷേ അവർ രക്ഷപ്പെട്ടവരാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊരു മഹത്വമാണ്. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നതും നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നതും രണ്ടിലും വ്യത്യാസമുണ്ട്. ഇത് രണ്ടും കൂടെ ലഭിക്കുക എന്നത് ഒരു മുഅ്മിന് ലഭിക്കുന്ന ദാലികൽ ഫൗസുൽ അദീം, ഏറ്റവും വലിയ പ്രതിഫലം. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹു തൃപ്തിപ്പെടുക എന്നതാണ്. പുണ്യനബിതങ്ങൾ നമ്മളെ തൃപ്തിപ്പെടുക എന്നതാണ്. അല്ലാഹു അങ്ങനെ റബ്ബിന്റെ മഹബ്ബത്തും റിദ്വാനും നാളെ സ്വർഗവും ലഭിക്കാൻ കാരണമാകുന്ന ഒരു വലിയ അമലായി അള്ളാഹു നമ്മുടെ ഈ സദസ്സും ഇന്ന് നടക്കുന്ന ഈ പരിപാടികളൊക്കെ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ. പുണ്യനബി തങ്ങളുടെ മദ്ഹും അവിടുത്തെ മഹബ്ബത്തും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഷീർ ഫൈസി ദേശമംഗലം അവറുകളുടെ ഈ ഒരു ദഅവത്ത് അണമുറിയാതെ തുടരട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. അള്ളാഹു അവർക്ക് നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, പുണ്യനബിയെ അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിലിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് റബീഅ. അബഗൈറ ദാലിക യാ റബീഅ, തങ്ങൾ ചോദിച്ചു റബീഅ വേറെന്തെങ്കിലും വേണോ? അപ്പൊ സ്വഹാബിമാർ പറയുന്നുണ്ട്, തങ്ങളെ കാണുമ്പോൾ നബി എനിക്ക് തുണി വേണം, എനിക്ക് പുതപ്പ് വേണം നബിയെ, എനിക്ക് ഒട്ടകം വേണം, ഭക്ഷണം വേണം എന്ന് ചോദിച്ചിരുന്ന കാലമായിരുന്നു അത്. അതൊക്കെ റബീഅ തങ്ങൾക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം ഒരു പാവമായ സ്വഹാബിയാണ്. പക്ഷേ മഹാൻ ചോദിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചോദ്യം അത് അദ്ദേഹത്തിന്റെ ഹിക്മത്താണ്, അള്ളാഹു നൽകിയ വലിയൊരു അറിവാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ആ ഒരു ചോദ്യത്തിന് അവിടെ ഉത്തരമുണ്ട്. ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കിടക്കണം. സ്വർഗത്തിൽ കിടക്കുക മാത്രമല്ല, അത് അങ്ങയുടെ കൂടെയായിരിക്കണം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ثوبان رضي الله عنه: ما بك يا ثوبان أبك من مرض. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഥൗബാനെ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ?
എന്തേ നിങ്ങളുടെ തൊലി നിറം മഞ്ഞയായിരിക്കുന്നു, അല്ലാതെ മെലിഞ്ഞിരിക്കുന്നു എന്ന് ഹബീബിന്റെ സ്വഹാബിയോട്, സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ച നേരം ശാരീരികമായ അസുഖങ്ങളൊന്നുമില്ല നബിയേ, പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് എന്തോ ഒരു വേദന തോന്നിത്തുടങ്ങുന്നു. അങ്ങയെ കാണാൻ ആഗ്രഹമുള്ള മുഴുസമയവും മസ്ജിദുൻ നബവിയിലോ ഖുബായിലോ ഞാൻ അങ്ങയെ കണ്ടുമുട്ടാറുണ്ട് നബിയെ. കണ്ണിറയെ അങ്ങയെ ഞാൻ നോക്കി കാണാറുണ്ട്. എൻ്റെ വീട്ടിലെത്തി മക്കളുടെ കൂടെ ഇരിക്കുമ്പോഴും എനിക്ക് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോൾ മക്കളെ താഴെ വെച്ച് ഞാൻ അങ്ങയുടെ മസ്ജിദിലേക്ക് ഓടി വരാറുണ്ട് നബിയെ. അതങ്ങേക്കറിയുമല്ലോ. ഞാൻ ഓർത്തുപോവുകയാണ്, ഇദാ മിച്ച വമിച്ചു, നബിയെ അങ്ങ് വഫാത്താവുകയും ഞാനും വഫാത്താവുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ കടന്നില്ല എങ്കിൽ അങ്ങയെ ഒരിക്കലും എനിക്ക് കാണുക സാധ്യമല്ലെന്നറിയാം. എങ്ങാനും സ്വർഗത്തിൽ ആണെങ്കിൽ തന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ കൊണ്ടുപോയി അള്ളാഹു പാർപ്പിക്കുമല്ലോ. മഖാമും മഹ്മൂദിലേക്ക് അള്ളാഹു അങ്ങയെ ഉയർത്തുമല്ലോ നബിയേ. സ്വർഗത്തിന്റെ താഴെ തട്ടിലെങ്ങാനും കിടക്കുന്ന സൗബാനിന് അങ്ങയെ വന്ന് കാണാൻ നാളെ സ്വർഗത്തിൽ സാധിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വേദന കൊണ്ട് മെലിയുകയാണ് നബിയെ ഞാനെന്ന് മറുപടി കൊടുത്ത സ്വഹാബിക്ക് ശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ ഒരു ആയത്താണ് മറുപടിയായി ഇറക്കിയത്. ആ ആയത്താണിത്. അങ്ങയെ നാളെ സ്വർഗത്തിൽ താഴെയുള്ളവർക്ക് മേലെ പോകാൻ കഴിയില്ല എന്നല്ലേ, മേലെയുള്ളവർക്ക് താഴെ വരാം. ഹബീബായ നബിയെ അങ്ങ് സയ്യിദുൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവാണ്. അഷ്റഫുൽ ഖൽഖി അജ്മഈൻ, അള്ളാഹുവിന്റെ സർവ്വ സൃഷ്ടികളെക്കാളും അങ്ങ് ഏറ്റവും ഉന്നതരുമാണല്ലോ. അങ്ങിരിക്കുന്നിടത്തേക്ക് സൗബാനിന് എത്താൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഹബീബേ, ഇന്ന് ഞാൻ അങ്ങയെ ഓടി വന്ന് കാണുന്ന പോലെ നാളെ സ്വർഗലോകത്ത് അങ്ങയുടെ ദർശനം എനിക്ക് സാധ്യമാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിന് വേദനയുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബിയുടെ സ്നേഹത്തിന് മറുപടി പറയാൻ അള്ളാഹുവിൻ്റെ വഹി വേണ്ടി വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അള്ളാഹുവിനെയും റസൂലിനെയും നെഞ്ചിലേക്ക് ഏറ്റെടുക്കുകയും ആ സ്നേഹത്തിൽ നിന്ന് അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണ കാണിക്കുകയും ചെയ്തവർ അവരൊരിക്കലും താഴെയല്ല. അവരംബിയാഇന്റെ കൂടെയാണ്, പ്രവാചകരുടെ കൂടെയാണ്. അവർക്ക് നാളെ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിയുക തന്നെ ചെയ്യും. അവരംബിയാഇന്റെയും ശുഹദാഇന്റെയും സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയാണ്. ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂടെ കഴിയാൻ അള്ളാഹു അവർക്ക് ഭാഗ്യം നൽകും. അവർ താഴെയല്ല, അവർ മീതെ തന്നെയാണ്. വഹസുന ഉലൈക റഫീഖാ, അരികത്തിരിക്കാനും കൂടെ ഇരിക്കാനും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും അംബിയാക്കളും കഴിച്ച് ആരാണ് വേറെയുള്ളത്? ഏറ്റവും നല്ല കൂട്ടുകാർ അവരല്ലയോ? അവരുടെ കൂടെ സൗബാനെ നിങ്ങളും ഉണ്ടാകുമെന്ന് ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞത് നിഷ്കളങ്കമായ ഹബീബിനോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും തങ്ങളോട് എന്തെന്നില്ലാതെ തോന്നിയ ഊഷ്മളമായ സ്നേഹത്തിനും അള്ളാഹു നൽകുന്ന മറുപടിയാണത്. അള്ളാഹു അംബിയാഇന്റെ സുഹബത്തും നാളെ ഹബീബിന്റെ മഅയ്യത്തും അള്ളാഹുവേ അൻത മഅ മൻ അഹ്ബബ്ത എന്ന് അവിടുത്തെ ഹബീബ് പറഞ്ഞതനുസരിച്ച് റബ്ബേ
فإنا نشهدك ونشهد حملة عرشك وملائكتك وجميع خلقك أننا نحبك ونحب رسولك وصحبه وأهل بيته. അല്ലാഹുവേ, നിന്റെ ഹബീബിനെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും അസ്ഹാബിനെയും അസ്വാജിനെയും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരാണ് റബ്ബേ ഞങ്ങൾക്കും നിങ്ങൾ ആരെ സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ കൂടെയാണ് എന്ന ഹബീബിന്റെ വചനത്തിന് അന്വർത്ഥമാക്കും വിധം നാളെ സ്വർഗ്ഗലോകത്ത് അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഹബീബിന്റെ മുഹിബ്ബീങ്ങളായ സഹോദര സഹോദരിമാർ, പ്രായമുള്ളവർ, ഉപ്പമാർ, ഉമ്മമാർ, പണ്ഡിതന്മാർ, സാധാരണക്കാർ, അല്ലാഹുവേ വിദ്യാർത്ഥിനികൾ, ഞങ്ങളെല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ബഷീർ ഫൈസി, അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട മുഅ്മിനാത്തുകൾക്ക് നിന്റെ സ്വർഗത്തിൽ ഒരിടം നൽകണേ അല്ലാഹ്.